ഇനി നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ ബ്രസീലിൻ്റെ 11 എങ്ങനെയായിരിക്കും എന്നതിലേക്കാണ്. കാരണം സമീപകാലത്ത് ബ്രസീൽ വലിയ തിരിച്ചടി നേരിട്ടത് അവരുടെ പരുക്കുകളെ തുടർന്നായിരുന്നു. ലോകകപ്പിന് തൊട്ടു മുമ്പ് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ പരിക്കേറ്റ് പുറത്താവുന്ന കാഴ്ച കണ്ടു. ലോകകപ്പിന് ഇറങ്ങിയത് തന്നെ പരുക്ക് വല്ലാത്ത രീതിയിൽ എല്ലാ കാലത്തും പ്രശ്നമായിട്ടുള്ള നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട താരമായ റാഫീനിയെ നഷ്ടമാവുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലുക്കാസ് പക്വേറ്റ എന്ന് പറയുന്ന താരത്തെ കൂടി അവർക്ക് നഷ്ടമാവുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെ ഒരു 11-ആയിട്ടായിരിക്കും കാർലോ ആഞ്ചലോട്ടി ഇറങ്ങുക എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതാണ് ബ്രസീലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഗോൾ മുഖത്ത് അലിസൺ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ മിന്നും പ്രകടനം ജപ്പാനെതിരെ കാഴ്ചവെച്ച താരമാണ് അലിസൺ. ഒരു ഗോൾ വഴങ്ങിയെങ്കിൽ പോലും അവസാന മിനിറ്റുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സേവ് ചെയ്ത് ടീമിനെ രക്ഷിക്കുന്ന അലിസനെ നമ്മൾ കണ്ടു. അപ്പോൾ അലിസൺ തന്നെയായിരിക്കും ഇന്നും ഗോൾ വലക്കാക്കാൻ കാനറികളുടെ ഗോൾ വലക്കാക്കാൻ ഉണ്ടാവുക. അവരുടെ പ്രതിരോധത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയ മാറ്റമില്ല, അല്ലെങ്കിൽ മാറ്റമില്ല എന്ന് പറയേണ്ടിയിരുന്നു. ഡാനിലോ ആ വെറ്ററൻ താരം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അദ്ദേഹം ആദ്യ മത്സരത്തിൽ കളിച്ചിരുന്നില്ല, പക്ഷേ രണ്ടാം മത്സരത്തിൽ വന്നതിന് ശേഷം ടീമിൽ കൺസിസ്റ്റന്റ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. മാർക്കിനോസും ഗബ്രിയേലും നേതൃത്വം നൽകുന്ന ഒരു ഉഗ്രൻ സെൻട്രൽ ബാക്സ് ഈ ബ്രസീലിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. സാന്റോസും എന്താണോ തന്നെ ടീമിൽ ഉൾപ്പെടുത്തിയത്, കോച്ച് എന്താണോ തന്നിൽ വിശ്വാസം അർപ്പിച്ചത്, അത് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന സാന്റോസിനെയും നമുക്ക് പ്രതിരോധ നിരയിൽ കാണാം, ആ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കാണാം എന്നുള്ളതാണ്. ഇനി ഡിഫൻസീവ് അല്ലെങ്കിൽ അവരുടെ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കാസമീറോയും ബ്രൂണോ ഗുമിറൈസും നന്നായി കളിക്കുന്ന കാഴ്ച കാണുന്നു. ഗുമിറൈസ് സ്ഥിരമായി ഗോൾ അടിപ്പിക്കുന്നതിലും മിടുക്കനാണ്. അവരുടെ ബ്രസീലിയൻ ഒരു വലിയ തലത്തിൽ ആ മധ്യനിരയിൽ ഒരു ചടുലത കൊണ്ടുവരുന്നത് ഗുമിറൈസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ കാസമീറോ അവരെ രക്ഷിച്ച ഗോൾ അല്ലെങ്കിൽ സമനിലയിലേക്ക് കൊണ്ടുപോയ ഗോൾ നേടിയത് കാസമീറോ ആയിരുന്നു. അപ്പോൾ എതിരാളികളുടെ അറ്റാക്കിങ്ങിൻ്റെ മുനയൊടിക്കുന്നത് മാത്രമല്ല, ഗോളടിക്കാനും അല്ലെങ്കിൽ ഗോളിന് വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കാനും ഈ രണ്ട് താരങ്ങളും മിടുമിടുക്കരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ബ്രസീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, പക്ഷേ അവിടെ ഒരു മാറ്റവും കൂടിയുണ്ട്. അത് ഇങ്ങനെയാണ്. റയാനാണ്, അദ്ദേഹം റാഫീഞ്ഞയ്ക്ക് പകരക്കാരനായി വന്നതാണ് ഈ ടൂർണമെൻറ്റിന് ഇടയ്ക്ക്. അതിനുശേഷം മാർട്ടിനെല്ലി, കഴിഞ്ഞ മത്സരത്തിലെ അവരുടെ ഹീറോ, അവരെ അവസാന മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടി രക്ഷിച്ച മാർട്ടിനെല്ലിക്ക് ഒരുപക്ഷെ ഈ മത്സരത്തിൽ അവസരം കിട്ടിയേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവിടെ മാർട്ടിനെല്ലി പക്വേറ്റയ്ക്ക് പകരക്കാരനായാണ് എത്തുക. പക്വേറ്റയ്ക്ക് പരിക്കേറ്റിരുന്നു, അതിന് പകരക്കാരനായാണ് മാർട്ടിനെല്ലി എത്തുക. ഇനി അടുത്ത ഫ്ലാങ്കിൽ അതാണ് ഈ ലോകകപ്പിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം വിനീഷ്യസ് ജൂനിയർ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലും ബ്രസീലിൻ്റെ കുന്തമുന എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി മുന്നേറ്റ നിരയിലേക്ക് അത് മത്യാസ് കൂഞ്ഞയാണ്. മത്യാസ് കൂഞ്ഞ ഇതുപോലെ ആദ്യ മത്സരത്തിൽ കളിച്ചിരുന്നത്, പക്ഷേ പിന്നീട് വന്നതിന് ശേഷം ഗംഭീര കളി കളിക്കുന്നു, ടീമിനെ വല്ലാത്ത രീതിയിൽ സഹായിക്കുന്നു. ഇരട്ട ഗോളോടുകൂടി തുടങ്ങി അടുത്ത മത്സരത്തിൽ ഒരു ഗോൾ നേടി. അങ്ങനെ മത്യാസ് കൂഞ്ഞ ഈ പറഞ്ഞതുപോലെ കാർലോ ആഞ്ചലോട്ടി അർപ്പിച്ച വിശ്വാസം അത് വല്ലാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ താരം മിന്നും പ്രകടനമാണ്, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുതിപ്പിൽ വലിയ പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ബ്രസീലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം മാർട്ടിനെല്ലി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ അവിടെയായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നത് മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്തായാലും കൂടുതൽ സാധ്യത ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബ്രസീലിയൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പോസിബിൾ 11 തന്നെയായിരിക്കും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ മത്സരത്തിലെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ, ഇരു ടീമുകളുടെയും ആക്രമണത്തെ നയിക്കുന്ന രണ്ട് താരങ്ങൾ, അവരെക്കുറിച്ചാണ്. ഇവരാണ് വിനീഷ്യസ് ജൂനിയറും ഒപ്പം തന്നെ ഏർലിംഗ് ഹാലൻഡും. ഈ രണ്ട് താരങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഇരു ടീമുകളുടെയും അറ്റാക്കിംഗ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഓരോ താരങ്ങളുടെയും വ്യക്തിപരമായ സ്റ്റാറ്റസ് അത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യം വിനീഷ്യസ് ജൂനിയറിലേക്കാണ്. 4 മത്സരങ്ങളിൽ നിന്ന് 4 ഗോൾ അടിച്ചിട്ടുണ്ട്, ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ. നേരത്തെ ദേശീയ കുപ്പായത്തിൽ അദ്ദേഹം കളിക്കുന്നില്ല, ക്ലബിന് വേണ്ടി മാത്രം കളിക്കുന്നു എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ മാറ്റിമറിക്കുന്ന പ്രകടനമാണ്. ഈ ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുകയാണ് വിനീഷ്യസ് ജൂനിയർ. മറുവശത്ത് നോർവേയുടെ പ്രതീക്ഷകളും ഗോൾ പ്രതീക്ഷകളും എല്ലാം നിലകൊള്ളുന്നത് ഈ മനുഷ്യനിലാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോൾ അടിച്ച് ഗോളടിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാൾ ഏർലിംഗ് ഹാലൻഡ് 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു മത്സരം കുറവാണ് കളിച്ചത്. ഫ്രാൻസിനെതിരായ മത്സരത്തിൽ കളത്തിനിറങ്ങിയില്ല, അസിസ്റ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൽ നിന്ന് അസിസ്റ്റ് പ്രതീക്ഷിക്കരുത്. പന്ത് വരുന്നു, ഗോൾ അടിക്കുന്നു, അദ്ദേഹം അത്തരത്തിൽ സഹായങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ രണ്ട് താരങ്ങളായിരിക്കും ഇന്ന് ബ്രസീലിൻ്റെ ഒപ്പം തന്നെ നോർവേയുടെയും അറ്റാക്കിനെ നയിക്കുക. അപ്പോൾ ബ്രസീൽ നോർവേ മത്സരത്തിൻ്റെ ഏകദേശം ഒരു ചിത്രം പ്രേക്ഷകർക്ക് നൽകാൻ സാധിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.